ദാ അടുത്ത ആഴ്ച എന്റെ കല്യാണമാ. ചെക്കൻ ഡോക്ടറാണ് മോനെ. അല്ല നിനക്ക് ഇതിലെ കല്യാണമൊന്നും ആയില്ലേ? അല്ല നമ്മള് ബ്രേക്കപ്പ് ആയതിനു ശേഷം നീ എന്നെ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ആ ദിവസം ഒന്ന് രണ്ടു വട്ടമൊക്കെ ഓർക്കാറുണ്ട്. അതെ 2 വട്ടം. ഇല്ല അതിൽ കൂടുതലായ ഞാൻ ക്ഷീണിക്കും. അങ്ങനെ ആരെങ്കിലും ഹൗവാറിന്ന് വെച്ചാൽ അയാൾ ഫൈൻ എന്ന് അയാളോട് പറയാനുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ മുഖത്ത് നോക്കിട്ട് ഇളിക്കലല്ല അയാളെ. അയ്യടാ ഞാനൊന്നും പറയില്ല. ഫൈനി എന്ന് പറഞ്ഞ പിഴ, അയാൾ ഫൈനി എന്ന് പറഞ്ഞാൽ ഞാൻ പിഴയാന്ന്, അങ്ങനെയല്ല അതിനർത്ഥം. എന്നെ അങ്ങനെ പറ്റിക്കണ്ട കേട്ടാ. ഓ എല്ലാ സൗന്ദര്യം കൂടെ വാരിക്കോരി ദൈവം കൊടുത്തേക്ക. എന്നെ കണ്ടില്ലാണാവോ? ഹലോ ഒന്നിങ്ങി വരാവോ? എന്താ? തന്റെ ഡാഡിയല്ല എന്റെ ഡാഡി. എന്താ സൗന്ദര്യം കണ്ടിട്ടല്ലേടാ നീ എന്നെ പ്രേമിച്ചേ? ആ അതെ എടി, ഈ ലോകത്തെ മിക്ക പ്രണയങ്ങളും തുടങ്ങുന്നത് ഈ ക്യാരക്ടറൊന്നും കണ്ടിട്ടല്ല, ഫിസിക്കൽ അട്രാക്ഷൻ തന്നെയാ. പക്ഷെ പിന്നീട് നമ്മളെ കണ്ണിനേക്കാൾ കാഴ്ച മനസ്സിനുണ്ടായി തുടങ്ങുമ്പോഴേ ആ പ്രണയത്തിന്റെ കാരണങ്ങൾ മാറി തുടങ്ങും. എൻ്റെ വീട്ടിൽ വരുന്ന ബന്ധുക്കളൊക്കെ നല്ലവരാണ്, നല്ല സ്നേഹമുള്ളവരാണ്. പക്ഷെ അവർ ഈ വീട്ടിൽ വന്നിട്ട് മോൾക്ക് 22 വയസ്സായില്ലേ, കല്യാണം നോക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത്. അപ്പോൾ അഥവാ അങ്ങനെ ചോദ്യങ്ങളോടെ നിങ്ങൾ വീട്ടിൽ വരികയാണെങ്കിൽ ചായയിൽ വിമ്മ കലക്കി തരുന്നതായിരിക്കും എന്നൊരു മുന്നറിയിപ്പ്. മേഡത്തിന്റെ വയസ്സ് എത്രയാണ്? 24. ഉറപ്പാണല്ലോ അല്ലേ? കൊടുക്കുന്ന അനസ്തേഷ്യയുടെ അളവ് വയസ്സിനനുസരിച്ചാണ്. സോറി 30 വയസ്സ്. നോക്കൂ മേഡം, അനസ്തേഷ്യ കുറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്നതിനിടെ ബോധം വരാൻ സാധ്യതയുണ്ട്. 38. മേഡം, നിങ്ങൾ ശരിയായ വയസ്സ് പറഞ്ഞില്ലെങ്കിൽ അനസ്തേഷ്യയിലെ തെറ്റായ അളവ് നിങ്ങളുടെ കരളിനെ ബാധിക്കാനും പ്രവർത്തനം നിലയ്ക്കാനും കാരണമാകും. 54. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും എന്റെ ശവം പുറത്തെടുക്കുമെന്ന് പറഞ്ഞാലും ഇനി അഡ്ജസ്റ്റ് ചെയ്യൂല. എനിക്കൊരു കാര്യം പറയാൻ പുറത്തേക്ക് വരൂ. ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞു. അമ്മയും കാവിലമ്മയൊക്കെ നല്ല ഉറക്കാം. വരില്ലേ? എന്ന് ഞാൻ വിളിക്കല്ലോ. ആ മുറിയുടെ പുറത്തേക്ക് നോക്കിയാൽ എന്തെങ്കിലും കാണാൻ പറ്റോ? ഹലോ, ഒരു പള്ളിയുടെ കുരിശ് കാണാം. ഏത് പള്ളിക്കാ കുരിശില്ലാത്ത കുരിശേ? വേറെന്തെങ്കിലും പറ. ഏതോ ഒരു ബോർഡ് മാത്രമുണ്ട്. ആരെ? ബാർ. ബോർഡിന്റെ കളർ പറ. യെല്ലോ ബോർഡില് ബ്ലൂ ലെറ്റേഴ്സ്. ആ ബോർഡിന് ചുറ്റും നീല ബോർഡറില്ലേ? ആ ഉണ്ട്. ബോർഡിന്റെ മൂലയിലായിട്ട് ഒരു ബെല്ലിന്റെ പടം ഉണ്ട്. പാരഡൈസ് ബാർ, പനമ്പള്ളി നഗർ. സിറ്റിയിൽ ഏറ്റവും നല്ല റമ്മ് കിട്ടുന്ന ഏക ബാർ. മുൻ MLA കടക്കാവൂർ ശശിയണ്ണന്റെ അളിയന്റെ ബാർ. ആ അതൊക്കെ പോട്ടെ. അപ്പൊ അതിനടുത്തുള്ള വീടാണല്ലേ? ഓക്കേ. എന്താ പറ്റിയേ? ആ വൃത്തിട്ടവനെ ഇട്ടിട്ട് പോയി ഒട്ടി. സാരില്ല, അതിപ്പോ മുകളിലേക്ക് നോക്കി എന്താ കാര്യം? എനിക്ക് കരയുന്നുണ്ട്, പക്ഷെ 2000 രൂപയുടെ ഫൗണ്ടേഷനോ. നീ ഇതെവിടെ പോടി? പാലായ്ക്ക് എന്റെ വീട്ടിലേക്ക് പഠിച്ച IAS കിട്ടിയിട്ട് ഇങ്ങനെ വിളിക്കും. നീ തന്നെ കാണിക്കുന്നത്? എനിക്ക് മതിയായി. ചെറുക്കനെ കൂടെ കൊണ്ടുപോടി. സൗകര്യമില്ല. വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ ഇതിനെ കൊണ്ടല്ലോ വന്നത്. ഒന്ന് നിന്നേ. ഞാൻ നിന്നെ സ്നേഹിച്ച് നിന്റെ ലുക്ക് കണ്ടിട്ടൊന്നല്ല. അങ്ങനെയാണ് എനിക്ക് നിന്റെ കൂട്ടുകാരൻ നോക്കിയാൽ മതിയായിരുന്നു. പിന്നെ നീ പറഞ്ഞത് ശരിയാ, നീ ഇല്ലെങ്കിലും ഞാനിവിടെ ജീവിക്കും. എന്തോ നീ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കളറായി.